അല്ല 4 പാത്രം കൊണ്ട് പോയിട്ട് 1 മണിക്കൂറായി, 4 തുണിയും കൊണ്ട് പോയിട്ട് 1 മണിക്കൂറായി. ഇതിപ്പോ എന്താ കഥ? ഈ പേരയിൽ ഇങ്ങനത്തെ പണിയൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ എവിടെയാണ് എന്റെ പണി ഒരുങ്ങല്? അതെങ്ങനെ? ഇവിടെ വന്നപ്പോ എന്റെ അമ്മ നല്ല മനസ്സുള്ളതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ട് വേണ്ടേ? ഒന്ന് വേഗം ചെയ്ത് രാത്രിക്ക് വാടി. ഇന്നെങ്കിലും കണ്ടറിഞ്ഞ് പെരുമാറിക്കൊണ്ടു. എന്റെ കീപ്പൊട്ടും മേപ്പെട്ടൊക്കെ ഇഞ്ഞുണ്ടല്ലോ. ഓരൊക്കെ ഒരു പെരിയിൽ പോയിക്കണെങ്കിലേ ഈ കാട്ടിക്കൂട്ടലാണെങ്കിലേ ഓരോ കാര്യമൊക്കെ കട്ട പുകയാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. താത്താക്ക് ഇപ്പൊ എന്താ വേണ്ടത്? താത്താന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ലടി. എന്റെയൊക്കെ മുഖം കണ്ടല്ലോ എന്റെ ബുദ്ധിമുട്ട് എത്രയെന്ന്. ഞാൻ അവിടെ വന്നിക്കരുത്, എനക്ക് തീർപ്പതില്ലാന്ന് എന്റെ മുഖം കണ്ടറിയാം. ഈച്ച തല കുത്തി മർദ്ദം കാര്യമില്ല. ഞാൻ ഇവിടുന്ന് എവിടേക്കും പോകാൻ പോണില്ല. വിജയ് അധികം വാചകം എടുക്കാൻ നിൽക്കാതെ ഈ മുറ്റം കൂടി വൃത്തിയാക്കി രാത്രി കയറിയാൽ മതി. ഇനിയിപ്പോ അതിനായിട്ട് വേറെ ആരും ഇല്ല ഇവിടെ. അരക്കളൊക്കെ കെട്ടിക്കൊണ്ടത് ഇതിനെ. അതിപ്പോ നല്ല മായല്ലേ? മായ ചോന്നിട്ട് ഞാൻ അടിച്ചേരിക്കൊണ്ട്. എന്നിട്ട് മായായിട്ട് ഈ വക പണികളൊന്നും ആരും ചെജിലുണ്ടാവില്ല. ഈ ആലോചിച്ച് സമയം കളയാതെ വേഗം മുറ്റച്ച് വൃത്തിയാക്കിട്ട് വാ. ഇവിടെ വേറെ പണിയുണ്ട്. അല്ല ഇജ്ജെന്നല്ലേ തിരുമ്പിയെന്നത്? എന്നാ തിരുമ്പണ കൂട്ടത്തിൽ ഇതും കൂടെ തിരുമ്പിട്ട. ഏതായാലും ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ. എന്നാ എന്തിനും മയപ്പാറ്റിൽ കൊണ്ട് അടിച്ചു വരുന്നത്? അല്ല എന്താ മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ല. ഒന്നുമില്ലായിട്ട് എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ വീർത്തിട്ട് നിൽക്കുന്നത്. ഇത് ഞാൻ എപ്പോ കാണുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെ മഴ കൊണ്ട് വാസുവിനെ പഴയക്കണം എന്താ ആവശ്യം ഇവിടെ? എന്താ എന്റെ പ്രശ്നം? പെങ്ങള് കണ്ട ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. വന്നപ്പോ തൊട്ടതാണ് ഇനി കഷ്ടപ്പെടുത്തല്. ഒരു നേരം ഇരിക്കാൻ പറ്റൂല. ഞാൻ എന്ത് ചെയ്തിട്ടാ? തൊട്ടേനും കുറ്റേനും ഒക്കെ കുറ്റം. ഒരു പണി കഴിഞ്ഞാൽ വേറൊരു പണി, അത് കഴിഞ്ഞാൽ വേറൊരു പണി. അതൊക്കെ പറ്റൂല. തോന്നുന്നു ഇത് എന്താണ് ഈ പറയണത്? ഓളിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കല്ലേ ഇവിടെ? ഓളെത്തും പറയാൻ പറ്റൂല. ഇത് എങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക.